പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലിവിങ് ബ്രെഡ് എന്ന ഈ ആത്മീക തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുന്നേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടുക എന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് ഓരോ ക്രിസ്തു വിശ്വാസിയിലും സംഭവിക്കുന്നത്. അവിടെ പറയുന്നു, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മിൽ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഈ ലോകത്തിൽ ആരംഭിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നാം ആയിരിക്കുമ്പോൾ ആരംഭിച്ചതോ ഒന്നുമല്ല. നമ്മൾ ഈ ലോക പ്രയാണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. അത് നമ്മുടെ ബാല്യത്തിലോ യൗവനത്തിലോ മധ്യവയസ്കിലോ ഇല്ലെങ്കിൽ വാർദ്ധക്യത്തിലോ ആയിരിക്കാം. എന്നാൽ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മളെ സ്നേഹിച്ച ഒരു സ്നേഹത്തെക്കുറിച്ച് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അമൂല്യമായ തിരഞ്ഞെടുപ്പിന് യോഗ്യരായി തീർന്നവരാണ് നമ്മൾ എന്നറിയിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: നാം അവനെ തിരഞ്ഞെടുത്തു എന്നല്ല, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു എന്നത്രേ. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെയോ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ നാം നമ്മുടെ രക്ഷിതാവായും കർത്താവുമായും കണ്ടുമുട്ടിയതല്ല, മറിച്ച് ആമേൻ, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. 1 യോഹന്നാന്റെ ലേഖനം ഇങ്ങനെ പറയുന്നു: അവൻ ഫസ്റ്റ് നമ്മളെ സ്നേഹിച്ചു. അതെ, നാം ഈ യേശുവിനെ സ്നേഹിച്ചതല്ല, യേശു നമ്മളെ സ്നേഹിച്ചതാണ് എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിലും മുൻനിർണയത്തിലും ഉള്ളവരാണ് നമ്മളൊക്കെയും. എന്നാൽ മനുഷ്യന് വച്ചിരിക്കുന്ന ഒരു ആമേൻ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യാത്രയിൽ നമ്മളെ തിരഞ്ഞെടുത്തവനെ, നമ്മളെ സ്നേഹിച്ചവനെ, നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടവനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതിലാണ് മനുഷ്യർ പലപ്പോഴും പരാജയപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഇങ്ങനെ നമ്മോട് പറയുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതേ, വിശ്വാസത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നിത്യമായത്, മാറാത്തത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആമേൻ അനന്തമായത് എന്നൊക്കെ അറിയാതെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഉത്തരവാദിത്തമായ ഏറ്റവും ചെറിയ വിശ്വാസം പോലും ആമേൻ അർപ്പിക്കുവാൻ കഴിയാതെ മാറി നിൽക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ ആരുമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ നമ്മളെ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിർത്തേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ആ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആ തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മോട് പറയുന്നു: അവൻ തിരഞ്ഞെടുത്തവരെ ആമേൻ ദത്തെടുത്തു, അവർക്ക് അവകാശം നൽകി, അവരെ വീണ്ടെടുത്തു, അവർക്ക് ജ്ഞാനവും വിവേകവും ഏകി, അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി,
അവസാനം പറയുന്നു, കർത്താവ് നമ്മളെ വീണ്ടെടുക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം, ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അവസാനം നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതാണ് എന്നറിഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.